2024 IPL 60-ാം മത്സരം മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്തയെ നേരിടുന്നു. മത്സര വിജയത്തിനു ശേഷം കൊൽക്കത്തയെ കാത്തിരിക്കുന്നത് പ്ലേ ഓഫിൽ ഈ സീസണിൽ ആദ്യമായി ഇടം പിടിക്കുന്ന ടീമാകാനുള്ള അവസരം. മുംബൈക്കാകട്ടെ 2024 IPL നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനി സംഭവിക്കുന്നതെല്ലാം ബോണസ് ആണെന്ന് കരുതുന്ന ഒരു പോരാട്ടം. വിജയം മുംബൈക്ക് ആശ്വാസം പകരും. മത്സരം തുടങ്ങുന്നതിന് മുൻപേ മഴ രസം കൊല്ലിയായി എത്തി. 16 ഓവറായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പോരാട്ടത്തിനു ശേഷം മുംബൈയുടെ വിജയലക്ഷ്യം 158 റൺസ്. പക്ഷേ വിജയത്തിന്റെ ഇന്ധനമായി എക്കാലത്തും മുംബൈയുടെ കരുത്തായി നിൽക്കാറുള്ള രോഹിത് ശർമ്മ 24 പന്തിൽ 19 റൺസ് മാത്രം നേടി പുറത്താകുന്നു. രോഹിത് ശർമ്മയുടെ T20 കരിയറിലെ ഏറ്റവും മോശം പ്രകടനങ്ങളൊന്ന്. കൊൽക്കത്തൻ ബൗളർമാരുടെ മികവിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ പതറിയ മുംബൈ തോൽവിയും കൊൽക്കത്ത പ്ലേ ഓഫിലെ സ്ഥാനവും സ്വന്തമാക്കി. ബൗളർമാരെ നേരിടാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നൊരു രോഹിത് ശർമ്മയെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേയില്ല. 2024 IPL തുടക്കത്തിൽ സെഞ്ചുറി അടക്കം നേടി തിളങ്ങിയ രോഹിത് ശർമ്മ പക്ഷേ കഴിഞ്ഞ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് നേടിയത് വെറും 52 റൺസ് മാത്രം. ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് ഫോം ആശങ്കകളാണ് ടീമിന് സമ്മാനിക്കുന്നത്. T20 ലോകകപ്പിൽ ജയ്സ്വാൾ രോഹിത് ശർമ്മ ഓപ്പണിംഗ് നൽകുന്ന വെടിക്കെട്ട് തുടക്കം, പവർ പ്ലേയിലെ അവസരങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാറ്റിംഗ് പ്രകടനം, അത് ഇന്ത്യൻ ബാറ്റർമാരെ എതിർ ബൗളർമാരുടെ മുകളിൽ തുടക്കത്തിലെ ആധിപത്യം സ്ഥാപിക്കാനും വലിയ ടീം ടോട്ടലിലേക്ക് ഉയരാനും സഹായിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ IPL മുംബൈ ഇന്ത്യൻസിന്റെ കഴിഞ്ഞ 6 മത്സരങ്ങൾ ഇന്ത്യയുടെ ആശങ്കകൾ ഇരട്ടിയാക്കുന്നുണ്ട്. 2024 IPL ഇതുവരെ 13 മത്സരങ്ങളിൽ നിന്ന് 349 റൺസാണ് രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. പുറത്താകാതെ നേടിയ 105 റൺസാണ് ടോപ്പ് സ്കോർ. ഈ സീസണിലെ റൺ വേട്ടക്കാരുടെ പട്ടികയിൽ 19ാമത്. കഴിഞ്ഞ മത്സരങ്ങളിലെ മോശം പ്രകടനം ആരാധകർക്ക് സങ്കടം സമ്മാനിക്കുമ്പോഴും അയാൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം അയാളുടെ പേര് രോഹിത് ശർമ്മ എന്നാണ്. 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ തോൽവി പിണഞ്ഞെങ്കിലും ഫൈനലിൽ ഉൾപ്പെടെ ടൂർണമെന്റിലുടനീളം രോഹിത് ശർമ്മ നൽകിയ മിന്നൽ തുടക്കങ്ങൾ ഇന്ത്യൻ ബാറ്റിംഗിന് നൽകിയ അടിത്തറ വലുതു തന്നെയാണ്. 2007 പ്രഥമ T20 ലോകകപ്പ് മുതൽ 2024 വെസ്റ്റ് ഇൻഡീസിലും US നടക്കാൻ പോകുന്ന ലോകകപ്പ് വരെ എല്ലാ ലോകകപ്പിന്റെയും ഭാഗമായ രോഹിത് ശർമ്മ ആദ്യമായി T20 ലോകകപ്പിൽ ഇന്ത്യ നയിക്കാനൊരുങ്ങുകയാണ്. ഈ ലോകകപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അവസാന T20 ലോകകപ്പ് ഇതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കിരീട വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല. രോഹിത് ശർമ്മയുടെ മോശം ഫോമിനെ തുടർന്ന് താരത്തിന്റെ ഷോട്ട് സെലക്ഷനെ വിമർശിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യൻ മുൻതാരം വീരേന്ദ്ര സെവാഗ്. ആത്മവിശ്വാസക്കുറവ് നിഴലിക്കുന്ന തരം ബാറ്റ് ചെയ്യുന്ന രോഹിത് ശർമ്മ അത് വീണ്ടെടുക്കുകയും മികവിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് ഉറപ്പു തന്നെയാണ്. അതിനിടയിൽ KKR താരങ്ങളും പരിശീലകരുമായി രോഹിത് നടത്തിയ സംഭാഷണങ്ങൾ അടുത്ത സീസണിൽ കൊൽക്കത്തയുടെ ഭാഗമാകും രോഹിത് ശർമ്മ എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് വെറും അഭ്യൂഹം മാത്രമാണ്. കാര്യങ്ങൾ കണ്ടറിയാം. ഇന്ത്യക്കായി 151 T20 മത്സരങ്ങളിൽ കളിച്ച രോഹിത് ശർമ്മ 5 സെഞ്ചുറികൾ കൂടെ കൂട്ടുന്നു. 143 ഇന്നിംഗ്സുകളിൽ നിന്ന് അടിച്ചെടുത്തത് 3974 റൺസ്. ഈ മികച്ച നേട്ടങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന മികച്ച കണക്കുകൾ T20 ലോകകപ്പിൽ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം കിരീട വിജയമുണ്ടാകുമെന്ന് അതിയായി ആഗ്രഹിക്കാം.